വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഈ ക്ഷേത്രം കേരളത്തിനടുത്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? മൈസൂരിന്റെ ചരിത്രപരമായ ഭൂപ്രകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മറഞ്ഞിരിക്കുന്ന വാസ്തുവിദ്യാരത്നം അതാണ് മനോഹരമായ വേണുഗോപാലസ്വാമി ക്ഷേത്രം. ഭഗവാൻ കൃഷ്ണന്റെ മോഹിപ്പിക്കുന്ന വേണുഗോപാല രൂപത്തിൽ ദിവ്യമായ ഓടക്കുഴൽ വാദകനായി സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം ഒരു ആരാധനാലയം മാത്രമല്ല, കല്ലിൽ കൊത്തിയെടുത്ത ഒരു കഥയാണ്. 12ാം നൂറ്റാണ്ടിൽ ഹൊയ്സാല സാമ്രാജ്യത്തിന്റെ ഭരണകാലത്ത് നിർമ്മിച്ച ഈ ക്ഷേത്രം ഒരിക്കൽ കണ്ണമ്പാടി ഗ്രാമത്തിലായിരുന്നു. എന്നിരുന്നാലും കൃഷ്ണരാജസാഗർ അണക്കെട്ട് നിർമ്മിച്ചപ്പോൾ മുഴുവൻ ഗ്രാമവും വെള്ളത്തിലടിയിലായി. ക്ഷേത്രം അതിനടിയിൽ അപ്രത്യക്ഷമായി. പതിറ്റാണ്ടുകളായി അത് മറഞ്ഞിരുന്നു. നിശബ്ദമായി വെള്ളത്തിൽ മുങ്ങി വിസ്മൃതിയിലായിരുന്നു ക്ഷേത്രം. എന്നാൽ ചരിത്രത്തിന് മറ്റു പദ്ധതികളുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ജലനിരപ്പ് കുറഞ്ഞപ്പോൾ ക്ഷേത്രം വീണ്ടും ഉയർന്നു വന്നു. അതിന്റെ സങ്കീർണമായ കുത്തുപണികളും കാലാതീതമായ സൗന്ദര്യവും വെളിപ്പെടുത്തി. അതിന്റെ സാംസ്കാരിക പ്രാധാന്യം തിരിച്ചറിഞ്ഞ ഇൻഫോസിസ് ഫൗണ്ടേഷൻ ക്ഷേത്രശിലയെ കല്ലുകൾ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുകയും പുനഃസ്ഥാപിക്കുകയും ചെയ്യുകയെന്ന അവിശ്വസനീയമായ ദൗത്യം ഏറ്റെടുത്തു. ഇന്ന് KRS കായലുകളുടെ തീരത്ത് മനോഹരമായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ശാന്തമായ പ്രകൃതി ദൃശ്യങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. സന്ദർശകർക്ക് ശാന്തവും ഏതാണ്ട് അവിശ്വസനീയവുമായ അനുഭവം പ്രദാനം ചെയ്യുന്നു. വാസ്തുവിദ്യ ഹൊയ്സാല കരകൗശല വൈദഗ്ധ്യത്തിന്റെ അതിശയകരമായ ഉദാഹരണമാണ്. വിശദമായ ശില്പങ്ങൾ, മനോഹരമായി കുത്തിയെടുത്ത തൂണുകൾ, കുത്തിവച്ചിരിക്കുന്ന പുരാണ കഥകൾ എന്നിവ കാണാം. തിരക്കേറിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ ക്ഷേത്രം ശാന്തത പ്രദാനം ചെയ്യുന്നു. ചരിത്രവും ഭക്തിയും പ്രകൃതിയും സമന്വയിക്കുന്ന ഒരു സ്ഥലം. കേരളത്തിൽ നിന്ന് എങ്ങനെ എത്തിച്ചേരാം? കേരളത്തിൽ നിന്നുള്ള ഈ മറഞ്ഞിരിക്കുന്ന ക്ഷേത്രത്തിലേക്കുള്ള യാത്ര വളരെ സൗകര്യപ്രദമാണ്. നിങ്ങൾ റോഡ് മാർഗമാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ മൈസൂരുവിലേക്ക് NH766 വഴി പോകാം. കോഴിക്കോട്, മലപ്പുറം പോലുള്ള നഗരങ്ങളിൽ നിന്ന് ബന്ദിപ്പൂർ കടന്നുപോകുന്ന മനോഹരമായ വനപാതകളിലൂടെ ഏകദേശം 4 മുതൽ 6 മണിക്കൂർ വരെ എടുക്കും. ട്രെയിനിൽ കൊച്ചി, തൃശൂർ, കോഴിക്കോട് പോലുള്ള പ്രധാന കേരളത്തിലെ നഗരങ്ങളിൽ നിന്ന് മൈസൂരു റെയിൽവേ സ്റ്റേഷനിലേക്ക് നേരിട്ടോ അല്ലെങ്കിൽ കണക്റ്റിംഗ് ട്രെയിനിലോ പോകാം. നിങ്ങൾ വിമാനയാത്രയാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം കെമ്പേഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. അവിടെ നിന്ന് മൈസൂരുവിലേക്ക് ഏകദേശം 3 മുതൽ 4 മണിക്കൂർ വരെ റോഡ് മാർഗം സഞ്ചരിക്കാം. മൈസൂരുവിലെത്തിക്കഴിഞ്ഞാൽ KRS അണക്കെട്ടിന് സമീപം ഏകദേശം 20 കിലോമീറ്റർ അകലെയാണ് വേണുഗോപാലസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ടാക്സിയിലോ പ്രാദേശിക ഗതാഗതത്തിലോ എളുപ്പത്തിൽ എത്തിച്ചേരാം. നിങ്ങൾ ചരിത്രം, ആത്മീയത, ശാന്തത എന്നിവ കലർന്ന ഒരു സ്ഥലമാണ് തിരയുന്നതെങ്കിൽ മൈസൂരുവിലെ വേണുഗോപാലസ്വാമി ക്ഷേത്രം നിങ്ങൾ നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത ഒരു സ്ഥലമാണ്. ഒരു കാലത്ത് വെള്ളത്തിനടിയിൽ ഉറങ്ങിയിരുന്ന ഒരു ക്ഷേത്രം ഇപ്പോൾ പൈതൃകത്തിന്റെയും ഭക്തിയുടെയും കാലാതീതമായ പ്രതീകമായി നിലകൊള്ളുന്നു.